Welcome back, everyone. This is me, Junaid. Welcome to Elemental Trading Family. സോ ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കോഡിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന EURUSD എന്ന് പറഞ്ഞ ട്രേഡിന്റെ സെറ്റപ്പിന്റെ ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺസ് ആണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓൾറെഡി ഈ കാണുന്ന EURUSD ടൈം ഫ്രെയിം അല്ല 15 ടൈം ഫ്രെയിമിനകത്ത് ഞാൻ എടുത്തൊരു ട്രേഡിന്റെ സെറ്റപ്സ് ആണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. സെറ്റപ്സ് എല്ലാം ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് ഹയർ ടൈം ഫ്രെയിം പ്രോബിലിറ്റി എല്ലാം അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ ട്രേഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എല്ലാം ഞാൻ ഡിസ്കൗണ്ടിനകത്ത് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്താണ്. അതുമായി ബന്ധപ്പെട്ട ആ ട്രേഡ് എടുത്തതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കൗണ്ടിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ എന്തുകൊണ്ട് ആ ട്രേഡ് എടുത്ത് ആൻഡ് സെക്കൻഡ് എൻട്രി ആയിട്ടുള്ള രണ്ടാമത്തെ പൊസിഷൻസ് എന്തുകൊണ്ടോ ഓപ്പൺ ചെയ്ത്, സോ ഇതിന്റെ ഒരു ചെറിയൊരു ബ്രേക്ക് ഡൗൺ ആണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ നമുക്ക് ട്രേഡിമിനകത്തേക്ക് പോകാം. ഓക്കെ, സോ ട്രേഡിമി പ്ലാറ്റ്ഫോമിനകത്ത് നമ്മൾ കണ്ടിരുന്ന സെറ്റപ്പ് ഹിയർ, ഇവിടെയാണ് ആ ഒരു എൻട്രി, ഈ സപ്ലൈ സോണിനകത്ത് ആണ് ആ രണ്ട് ഷോർട്ട് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് എന്തുകൊണ്ടാണ് പ്ലേസ് ചെയ്ത്, എന്താണ് അതിന്റെ റീസൺസ്, കാര്യങ്ങളെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഞാൻ അത്രയും ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെ ഉണ്ടായിരുന്ന സെറ്റപ്സ് എല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതായിരുന്നു എന്റെ സപ്ലൈ സോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്റെ ഹൈ ടൈം ഫ്രെയിം ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മീൻസ് 15 മിനിറ്റ് ആയിരുന്നു ഹൈ ടൈം ഫ്രെയിം ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു എന്റെ 15 മിനിറ്റ്സിലെ സെറ്റപ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു 15 മിനിറ്റ് പ്രൈസ് നോക്കുമ്പോൾ ആക്ച്വലി പ്രൈസ് 4 ഹവറിന്റെ ബേസിൽ റേഞ്ചിനകത്താണ് പ്രൈസ് നിൽക്കുന്നുണ്ടായിരുന്നത്. ട്രേഡ് സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഹവറിന്റെ ബേസിലാണ് 15 മിനിറ്റിലെ കൗണ്ടർ ട്രെൻഡ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ എന്തുകൊണ്ട് ഈ ട്രേഡ് എടുത്തു, ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ട്രേഡിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഓവറോൾ നോക്കുമ്പോൾ ഇത്രയും ഒരു പൊസിഷൻ നോക്കുന്ന സമയത്ത് EURUSD എന്ന് പറഞ്ഞ പേര് 15 മിനിറ്റിൽ ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ കൗണ്ടർ ട്രെൻഡ് ബേസിൽ ഡൗൺ ട്രെൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു സപ്ലൈ സോൺ എന്ന് പറയുന്നത് പ്രൈസ് പ്രീവിയസ് ആയുള്ള സ്ട്രക്ചറിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഎഫിഷ്യൻസി കാര്യങ്ങളെല്ലാം പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സപ്ലൈ സോണിന് വേണ്ടി പ്രൈസ് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ലിക്വിഡിറ്റി, ഒരു ട്രിപ്പിൾ ടോപ്പ് അല്ലെങ്കിൽ ഡബിൾ ടോപ്പ് പോലെ ലിക്വിഡിറ്റി കാര്യങ്ങളെല്ലാം പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ആയുള്ള സ്ട്രക്ചർ ലോ ബ്രേക്ക് ചെയ്ത് പുതിയ ലോവറിലോ വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ആയുള്ള സ്ട്രക്ചർ ലോ ബ്രേക്ക് ചെയ്ത് പുതിയ ലോവറിലോ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി പ്രൈസ് വീണ്ടും സെല്ലേഴ്സിന് മാർക്കറ്റിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സപ്ലൈസ് അല്ലെങ്കിൽ SMT സ്മാർട്ട് മണി ട്രാപ്സ് എല്ലാം മാർക്കറ്റിനകത്ത് എവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സ്ട്രക്ചറിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സപ്ലൈ സോൺസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള റീസൺ ഇത്രയേ ഉള്ളൂ. ഈ സപ്ലൈയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് സെൽ ഓർഡേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ളതാണ് അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. സോ ഓഫ് കോഴ്സ് ഈ ഒരു സ്ട്രക്ചർ പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്യാൻ അറിയാത്ത ഒരാൾ അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്യാത്ത ഒരാളെ എന്തായാലും ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും, നമ്മുടെ ഈ സപ്ലൈ സോണിലേക്ക് വരുമ്പോൾ, ഓക്കെ, ഈ കാണുന്ന സപ്ലൈ സോണിലേക്ക് വരുമ്പോൾ ലോവർ ടൈം ഫ്രെയിമിന്റെ പ്രോബിലിറ്റിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി നോക്കും, സെൽ ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷേ ഈ സപ്ലൈ സോൺസ് എല്ലാം എന്തിന്റെ ഭാഗമാണ്, ഓൾറെഡി ലിക്വിഡിറ്റിയുടെ ഭാഗം. സോ 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ എന്തായിരിക്കും, ആദ്യം പ്രൈസ് എവിടെ വരണം, എന്റെ ഹയർ ടൈം ഫ്രെയിം സപ്ലൈയിൽ ടാപ്പ് ചെയ്യണം, 1 മിനിറ്റിൽ ചേഞ്ച് ഓഫ് കാറ്റ് വേണം, എന്നിട്ട് ആ ഒരു കോസ്റ്റ് ആയ സപ്ലൈയിലായിരിക്കും അവരെന്ത് ചെയ്യാം, നമ്മൾ സെൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. എഗെയിൻ ഇവിടെയും സെയിം ആവർത്തിക്കും, ചേഞ്ച് ഓഫ് കാറ്റിൽ സെല്ല്. പക്ഷെ ഇവിടെ സെൽ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും, പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് ആ സെൽ ഓർഡേഴ്സ് എല്ലാം എന്തായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ഹണ്ട് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എല്ലാ സ്റ്റോപ്പ് ലോസും ഹണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ലിക്വിഡിറ്റി അല്ലെങ്കിൽ എല്ലാ സ്റ്റോപ്പ് ലോസും അല്ലെങ്കിൽ എല്ലാ ലിക്വിഡിറ്റീസും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഗ്രാബ് ചെയ്തിട്ടുണ്ട്. സോ ഒരു എൻട്രി എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിം മിറ്റിഗേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്തിൽ ടാപ്പ് ചെയ്യുക, ഹയർ ടൈം ഫ്രെയിം സപ്ലൈ ഓർ ഡിമാൻഡ് സോണിൽ പ്രൈസ് ടാപ്പ് ചെയ്യുക. സോ പ്രൈസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ ഹയർ ടൈം ഫ്രെയിം പ്രൈസ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ എന്താ ഇതിലേക്ക് പോകേണ്ടത്, 15 മിനിറ്റ് ആണ് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ കൺസിഡർ ചെയ്ത 1 മിനിറ്റ് ആണ് നമ്മുടെ എൻട്രി ടൈം ഫ്രെയിം ആയിട്ട് വരുന്നത്. സോ ഞാൻ ടൈം നേരെ ഇതിലേക്ക് സ്വിച്ച് ചെയ്തു, 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തു. സിമിലി ഇവിടെ 1 മിനിറ്റിൽ കാണുന്ന വേറെ എന്തെല്ലാം പ്രൈസ് സെഷൻസ് ആണ് കാണാൻ പറ്റുന്നത്, എന്ത് ചെയ്യുക, ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കുക. പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, 1 മിനിറ്റിൽ ബ്രേക്ക് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ആൻഡ് 1 മിനിറ്റിൽ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഡിമാൻഡ് സോൺ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ വോയിസിൻ കണ്ടോന്നാണ് ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. സപ്പോസ് പ്രൈസ് ഈ ഡിമാൻഡിലേക്ക് വന്നു കഴിഞ്ഞ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് ഇവിടെ ഇത് ചേഞ്ച് ഓഫ് കാറ്റഗറി കൺസിഡർ ചെയ്ത് ഈ സപ്ലൈ സെൽ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഡാറ്റയുടെ അവിടെ കേട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സെല്ല് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഞാൻ അവിടെ സെല് ചെയ്തിട്ടുണ്ട്, അതായിരുന്നു എന്റെ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞത്. ആക്ച്വലി ഞാൻ ഈ ഒരു ഡിമാൻഡ്, ടു ബി ഹോണസ്റ്റ് അല്ലെങ്കിൽ ടു ബി ഫ്രാങ്ക്, ഈ ഡിമാൻഡ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആക്ച്വലി അത് വിട്ടുപോയി. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും ഹ്യൂമൻസ് ആണ്. എന്തായാലും നമ്മൾ എത്രയൊക്കെ നമ്മളൊരു പ്രൊഫഷണൽ ട്രേഡർ ആണെങ്കിൽ പോലും നമ്മൾ പല സമയത്തും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ വിട്ടുപോകും. ഓക്കെ, സോ ഈ ഡിമാൻഡിൽ ഞാൻ ആക്ച്വലി ഇവിടെ, അപ്പൊ ഞാൻ നിന്നിരുന്ന അതേ ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താ സംഭവിച്ചതല്ല, ഞാൻ ഇവിടെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടായിരുന്നു. പ്രീവിയസ് ആയ സ്ട്രക്ചർ ഹൈ പ്രൈസ് എന്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, മീൻസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഉള്ള പ്രൈസ് ആക്ഷൻ ഞാൻ നോക്കി. ദെൻ പ്രൈസ് എന്ത് ചെയ്തു, അതിനുശേഷം ആ ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, അവിടെ റിയാക്ഷൻ തന്നു. ആൻഡ് ഇവിടെ എന്ത്, ഞാൻ ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്തു, ചേഞ്ച് ഓഫ്
ക്യാരക്ടർ ആയിട്ട് ഞാൻ ആക്ച്വലി എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു. ഓക്കെ, നെറ്റ് ചെറിയൊരു ഡിലേ ഉണ്ട്, അതുകൊണ്ടാണ് മാർക്കപ്സ് വരാൻ കുറച്ച് സമയം പിടിക്കുന്നത്. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, പ്രൈസ് ഇവിടെ ചേഞ്ച് ചെയ്തു, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എനിക്ക് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം ഞാൻ പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന ഡിമാൻഡ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എന്ത് ചെയ്തു, ഈ സപ്ലൈയിൽ സെൽ ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തു. ആക്ച്വലി ഈ സപ്ലൈ സെൽ ചെയ്യാന്ന് പറഞ്ഞ ഒരു മണ്ടത്തരാണ്. ബട്ട് ഞാൻ ഈ ഡിമാൻഡ് ശ്രദ്ധിച്ചിട്ടില്ല. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ ഞാനത് വിട്ടുപോയി. ഓക്കെ, സോ ഈ സപ്ലൈയിൽ ഞാൻ ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സെൽ ഓർഡർ പ്ലേസ് ചെയ്തിരുന്നു. സോ ഞാൻ സപ്ലൈ ആയിട്ട് കൺസിഡർ ചെയ്തു. എപ്പോഴും ഞാൻ ഇതിപ്പോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു 2 പിപ്പിന്റെ പുറത്ത് എങ്ങാനും 20 സോണിന്റെ സൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിന്റെ 50% ഞാൻ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. മീൻസ് ഇക്വിലിബ്രിയം പോയിന്റ് എടുത്തു. എൻട്രി ഞാൻ 50% വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് കുറച്ച് 2.5 പിപ്പ് എന്ത് ചെയ്തു, സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇതുപോലെ സിനാരിയോസ് എന്റെ മുമ്പത്തെ ബ്രേക്ക് ഡൗൺ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ അതിനകത്ത് ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോസിനകത്ത് വന്നു, പ്രൈസ് മുകളിലോട്ട് വന്ന് ഇതിന്റെ ഹൈ വീണ്ടും സ്വീപ്പ് ചെയ്തിട്ട് താഴോട്ട് പോകാനുള്ള ചാൻസസ് മാർക്കറ്റിനകത്ത് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസ് ഞാൻ എപ്പോഴും സ്റ്റോപ്പ് ലോസ് അത്രയും ടൈറ്റ് ആയിട്ട് വെക്കാറില്ല, കുറച്ച് മുകളിലോട്ടാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യാറ്, എന്റെ സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്യാറ്. ഇതിന് ശേഷം ഞാൻ ആക്ച്വലി എന്റെ ടാർജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു 15 മിനിറ്റിന്റെ ലോ ആയിരുന്നു എന്റെ ടാർജറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റിന്റെ ലോ എന്ന് പറയുന്നത് ഈ ലോ ആണ് എന്റെ ആക്ച്വൽ ടാർജറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ടാർജറ്റ് എന്ത് ചെയ്തു, ഞാൻ അതിന്റെ മുന്നേ ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. സോ ഇതാണ് അറൗണ്ട് 1:12.48 ആണ് എന്റെ RR എന്ന് പറഞ്ഞത്. ഇത്രയും RR ഒന്നും ആക്ച്വലി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 1:5, 1:8, 1:10 എന്നൊക്കെ അത്യാവശ്യം നല്ല RR ആണ്. ഓക്കെ, ദെൻ ഇതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് നോക്കി കഴിഞ്ഞാൽ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ വീണ്ടും എന്ത് ചെയ്തു, സ്വീപ്പ് ചെയ്തു. മീൻസ് ഹിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ടൈറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്ക് എന്ത് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്റെ SL ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ച് ഇപ്പൊ ഈ രീതിയിൽ സ്റ്റോപ്പ് ലോസ് വെച്ച് എനിക്ക് എന്തായാലും അത് മീൻസ് ഞാൻ സ്പ്രെഡ് സ്റ്റോപ്പ് ഏരിയ ഞാൻ കുറയ്ക്കാൻ വേണ്ടി, മീൻസ് പിപ്സ് ഞാൻ കുറയ്ക്കാൻ വേണ്ടി ഞാൻ നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഡിസ്കോഡിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 2 പിപ്പ് റൂളൊന്നും ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അൾട്ടിമേറ്റ് നോക്കേണ്ടത് ക്യാപിറ്റൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. മാർക്കറ്റിനകത്ത് നല്ല രീതിയിൽ മാനിപ്പുലേഷൻസും കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ സേവ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാൻ, ട്രേഡ് ചെയ്യാൻ വേണ്ടി. ബട്ട് ഞാൻ പറഞ്ഞു ഈ ഡിമാൻഡ്, ഓക്കെ, ഈ ഡിമാൻഡ് കാര്യം ഞാൻ പറഞ്ഞു. ഈ ഡിമാൻഡിന്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചത് പിന്നീടാണ്. ഈ ഒരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ഈ ഹണ്ട് നടന്നപ്പോഴാണ് ഞാൻ ആക്ച്വലി എന്ത് കാണുന്നത്, എവിടെ ഒരു ഡിമാൻഡ് ഉള്ളതും ഈ ഡിമാൻഡിന്റെ പ്രൈസ് റിയാക്ട് ചെയ്തും ഞാൻ എന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കും. ഓക്കെ, ഇവിടെയുള്ള പ്രൈസ് ആക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഡിമാൻഡിൽ വന്നതിന് ശേഷം ഈ ഒരു ക്യാനിന് ശേഷം വെരി നെക്സ്റ്റ് ക്യാനിൽ ആക്ച്വലി ഒരു ബുള്ളിഷ് ക്യാനിലായിട്ടാണ് ക്ലോസ് ചെയ്ത്. ആൻഡ് വേറെ കാര്യം കൂടി ചെയ്തിട്ടുണ്ട്, ഇതിന്റെ താഴോട്ട് പോലും എന്ത് ചെയ്തിട്ടില്ല, ഒരു വിക്ക് പോലും പ്രൈസ് എന്ത് ചെയ്തില്ല, വന്നിട്ടില്ല. ഓക്കെ, ഈ പ്രൈസ് സെഷൻ ഞാൻ ഇപ്പൊ എടുത്ത് പറയാനുള്ള കാര്യം, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് ഡിമാൻഡിൽ വന്നു, ഡിമാൻഡ് റിയാക്ട് ചെയ്തിട്ട് എങ്ങോട്ട് പോയി, മുകളിലോട്ട് പോയി. എന്തോ ഭാഗത്തിന് ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കാത്തത് കൊണ്ട് എന്റെ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്തിട്ടില്ല, പ്രൈസ് ഹിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ സോൺ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, സോ എൻട്രി എന്ത് ചെയ്തു, ട്രിഗർ ആയി. ഇനി എനിക്ക് വേറെ ഒന്നും ഓപ്ഷൻ ഒന്നുമില്ല. പ്രൈസ് അതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു, എന്റെ മീൻസ് അവിടുത്തെ റിയാക്ഷന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, താഴോട്ട് വന്നു. ആക്ച്വലി ഇതിപ്പോ നമ്മളിപ്പോ ഒപ്റ്റോഫിക്സ് പോലെ അല്ലെങ്കിൽ ചില ബ്രോക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സ്പ്രെഡ് കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, സ്പ്രെഡ് ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ യൂസ് ചെയ്യുന്നതും റെക്കമെൻഡ് ചെയ്യുന്നതും FXTM എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. FXTM EURUSD എന്ന് പറഞ്ഞ പേരിനകത്ത് 0 പിപ്പാണ് സ്പ്രെഡ്, റോ സ്പ്രെഡ് ആണ് വരുന്നത്. പക്ഷെ അഡ്വാൻറ്റേജ് അക്കൗണ്ടിലാണ് 0 സ്പ്രെഡ് വരുന്നത്. പക്ഷെ അഡ്വാൻറ്റേജ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് $500 ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരും. പക്ഷെ നമ്മൾ എലമെന്റിലെ സ്റ്റുഡൻസ് നമുക്ക് അല്ലെങ്കിൽ എലമെന്റിലെ ആ ഒരു ലിങ്ക് ഓപ്പണിംഗ്, അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് വെച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ $200 നിങ്ങൾക്ക് അക്കൗണ്ട് എന്ത് ചെയ്യാവുന്നതാണ്, ഓപ്പൺ ചെയ്യാവുന്നതാണ്. പ്രോസസ് ഒന്നുമില്ല, സാധാരണ FXTM അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അഡ്വാൻറ്റേജ് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം $200 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എലമെന്റിലെ കമ്പനി നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അവിടെ അതിനുള്ള ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ നിന്ന് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് $200 അക്കൗണ്ട് എന്ത് ചെയ്യും, ആക്റ്റീവ് ആവും. ഓക്കെ, ശരി. ഇതിന് ശേഷം എന്താ സംഭവിച്ചു നോക്കാം. അതായത് സെക്കൻഡ് എൻട്രി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അത് എവിടെ എടുത്തെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു. ഓക്കെ, പ്രൈസ് കുറച്ച് നേരം അവിടെ ഒരു റേഞ്ചിങ് മാർക്കറ്റ് ആയി. സപ്പോസ് പ്രൈസ് എന്റെ ഈ ഒരു സ്ട്രക്ചറിലോ ബ്രേക്ക് ചെയ്യാൻ പ്രൈസ് സ്ട്രഗിൾ അല്ലെങ്കിൽ ഫെയിൽഡ് ആയിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏരിയ ഒക്കെ എത്തുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും, എന്റെ പൊസിഷൻ എക്സിറ്റ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യം വന്നിട്ടില്ല. പ്രൈസ് എന്ത് ചെയ്തു, അതിനുശേഷം എന്ത് സംഭവിച്ചു, എന്റെ പ്രീവിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്ത് ആക്ച്വലി എന്ത് ചെയ്തു, ഇവിടെ ഫെയിൽഡ് ആയി. വിച്ച് മീൻസ് എനിക്ക് ഒരു സ്ട്രോങ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ് പ്രൈസ് എന്ത് ചെയ്തത്, ക്രിയേറ്റ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ ഒരു ഡിമാൻഡ് ടു സപ്ലൈ ഫ്ലിപ്പാണ് ആക്ച്വലി, അല്ലെങ്കിൽ ഒരു ഫ്ലിപ്പ് എൻട്രി മോഡലാണ് എനിക്ക് ഇവിടെ രണ്ടാമത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സപ്ലൈ സോണിൽ. ഇതിനകത്തായിരുന്നു എന്റെ രണ്ടാമത്തെ എൻട്രി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്,
പ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ സംഭവിച്ച ഇത്രയേ ഉള്ളൂ, ആദ്യം പ്രൈസ് താഴോട്ട് വന്നു, ദെൻ ഡിമാൻഡ് ടാപ്പ് ചെയ്തു, റിയാക്ട് ചെയ്തു, പിന്നെ കുറച്ച് നേരം സ്ട്രഗിൾ ആയി, മീൻസ് താഴോട്ട് വരാൻ വേണ്ടി പ്രൈസിന് പറ്റിയില്ല. മേ ബി എന്നെ ഫോർഡേഴ്സ് മാർക്കറ്റിനകത്ത് ഫിൽ ആവാത്തതുകൊണ്ടായിരിക്കും. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തു, ഡിമാൻഡ് ഫ്ലിപ്പ് ചെയ്തു. സോ ഇത് ഏത് എൻട്രി മോഡൽ, രണ്ടാമത്തെ എൻട്രി മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഡിമാൻഡ് ടു സപ്ലൈ ഫ്ലിപ്പ് എൻട്രി ആണ് ഞാൻ ഇവിടെ എന്തിരിക്കുന്നത്. രണ്ടാമത്തെ എൻട്രി ഈ സോണിനകത്ത് എടുത്തിരിക്കുന്നത്. ഈ രണ്ടാമത്തെ എൻട്രി ആക്ച്വലി ഒരു വലിയ സ്റ്റോപ്പ് ലോസ് റേഞ്ച് ആണ് വന്നിരിക്കുന്നത്. സോ എൻട്രി ഞാൻ ഓപ്പണിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടിന്യൂഷൻ ട്രൈ ചെയ്യുമ്പോൾ മിക്ക സമയത്ത് ഓപ്പൺ വെക്കാറുണ്ടായത്. സ്റ്റോപ്പ് ലോസ് ഞാൻ ഈ സ്വിംഗ് ഹൈറ്റ് അല്ലെങ്കിൽ ഈ പ്രീവിയസ് ആയ സ്ട്രക്ചർ ഹൈറ്റിന്റെ മുകളിലാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ട്രേഡിന്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 4.8 പിപ്പ് ഉണ്ടായിരുന്നു. വലിയ SL ഏരിയ ആയിരുന്നു. 50% ഞാൻ എടുത്തിട്ടില്ല. രണ്ടാമത്തെ എൻട്രി ആയിരുന്നു. ചിലപ്പോൾ എൻട്രി ഓപ്പണിൽ ടാപ്പ് ചെയ്ത് പോലെ ചാൻസ് ഉണ്ട്. TP എന്ന് പറഞ്ഞ സെയിം പ്രീവിയസ് ആയ സ്ട്രക്ചർ ലെവൽ ഞാൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, ടേക്ക് പ്രോഫിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷം എന്താ സംഭവിച്ചത് നോക്കാം. പ്രൈസ് എന്ത് ചെയ്തു, ചെറിയൊരു റിയാക്ഷൻ അവിടെ വരുന്നതിന് മുമ്പ് തന്നു, ആൻഡ് പ്രൈസ് ആ സോൺ ടാപ്പ് ചെയ്യുന്നതിന് മുമ്പ് എന്തുണ്ടാക്കി, ഒരു ചെറിയ ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. സോ എന്റെ ആ ഒരു എൻട്രി സ്ട്രോങ് ആക്കാനുള്ള എല്ലാ എവിഡൻസും പ്രൈസ് എന്ത് ചെയ്തു, കണ്ടിന്യൂഷൻ എൻട്രി സ്ട്രോങ് ആക്കാനുള്ള എല്ലാ എവിഡൻസും പ്രൈസ് എന്ത് ചെയ്തു, എനിക്കിവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്താ സംഭവിച്ചത് നോക്കാം. പ്രൈസ് കുറച്ച് നേരം അവിടെ കിടന്ന് കളിച്ചു. മുമ്പ് ഇവിടെ നടന്ന സെയിം പ്രൈസ് സെഷൻ ഇവിടെ എന്ത് ചെയ്തു, പ്രൈസ് ചെയ്തു. ഓക്കെ, ആൻഡ് പ്രൈസ് ഞാൻ ഇവിടെ ചെയ്ത വേറെ കാര്യമുണ്ട്. ഈ സ്ട്രോങ് ചേഞ്ച് ഓഫ് ക്യാരറ്റ് കിട്ടിയ ഉടനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ ഫസ്റ്റ് ട്രേഡ് എന്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ഈവൻ റിസ്ക് ഫ്രീ ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ ട്രേഡാണ് ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യേണ്ടായിരുന്നത്. അത് കുറച്ച് നേരം ഇവിടെ കളിച്ചതിന് ശേഷമാണ് പ്രൈസ് എന്ത് ചെയ്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇത്രയും സംഭവിച്ച പാടെ ഞാൻ എന്ത് ചെയ്തു, എന്റെ രണ്ടാമത്തെ ട്രേഡും എന്ത് സെറ്റ് ചെയ്തു, ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തു. സോ രണ്ട് ട്രേഡും എനിക്ക് എന്തായി, ആക്ച്വലി റിസ്ക് ഫ്രീ ആയിട്ടുള്ള ട്രേഡ് ആയി. ഇനിയിപ്പോ പ്രൈസ് സപ്പോസ് തിരിച്ച് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് ലോസ് ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഞാൻ കമ്മീഷൻ എന്ത് ചെയ്യേണ്ടി വരും, അഡ്വാൻറ്റേജ് അക്കൗണ്ട് ആയതുകൊണ്ട് അല്ലെങ്കിൽ സീറോ സ്പ്രെഡ് അക്കൗണ്ട് ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, കമ്മീഷൻ കൊടുക്കേണ്ടി വരും. ശരി, അതിനുശേഷം എന്താ സംഭവിച്ചത് നോക്കാം. പ്രൈസ് ചെറിയൊരു റിയാക്ഷൻ തന്നു. എന്തോ ഭാഗ്യത്തിന് ഇവിടെ വന്നു, പക്ഷെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ല. സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ, സീറോ സ്പ്രെഡ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ സ്റ്റിൽ ഞാൻ ആ ട്രേഡിനകത്ത് ആക്റ്റീവ് ആയത്. ഇതിനുശേഷം പ്രൈസ് സാധാരണ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു അഗ്രസീവ് ആയുള്ള റിയാക്ഷൻ അല്ല പ്രൈസ് കാണിക്കുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് പ്രൈസ് ഇങ്ങോട്ട് വരുന്നത്, താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒത്തിരി നേരം അറൌണ്ട് ഇപ്പൊ ഈ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 12:45 ട്രേഡ് എക്സിക്യൂട്ട് ആയി, സോറി 12:15 ട്രേഡ് എക്സിക്യൂട്ട് ആയി. 150 അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് പ്രൈസ് ഇത്രയും ഏരിയ മൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോ ഒരുപാട് നേരം ഇതിന് മുന്നേ ടൈം സ്പെൻഡ് ചെയ്യാനും ഇല്ല. പിന്നെ കുറച്ച് ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായത് കാരണം ഞാൻ കംപ്ലീറ്റ് TPക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, വെയിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ചില സ്ട്രക്ചറിലോ ബ്രേക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. ഞാൻ നേരെ ടൈം ഫ്രെയിം 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്തു, 15 മിനിറ്റിന്റെ ഡിമാൻഡ്സ് ആണ് ഇവിടെ ആക്ച്വലി ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഇംബാലൻസ് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഇംബാലൻസ് ആണ് ഈ പ്രീവിയസ് ആയുള്ള സ്ട്രക്ചറിന്റെ ബ്രേക്കിന് കാരണക്കാരനാണ്. അപ്പൊ ഈ ഡിമാൻഡ് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ആൻഡ് ഈ ഡിമാൻഡിലാണ് ഞാൻ എന്റെ ഫൈനലി ട്രേഡ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എക്സിറ്റ് ചെയ്യുന്നതിലും ഒരു റീസൺസ് ഉണ്ടായിരുന്നു. എന്താ ഞാൻ കാണിച്ചു തരാം. പ്രൈസ് ഐ തിങ്ക് ഈ ഡിമാൻഡ് ഹിയർ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എന്റെ പൊസിഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഹിയർ ഞാൻ ചെക്ക് ചെയ്യട്ടെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യെസ് യെസ്, അവിടെ വെച്ചിട്ടാണ് ഞാൻ എന്റെ രണ്ട് ട്രേഡും, ഫസ്റ്റ് ട്രേഡും സെക്കൻഡ് ട്രേഡും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം ഹിയർ ഇവിടെ വെച്ചിട്ട് എന്റെ രണ്ട് ട്രേഡും എന്ത് ചെയ്തു, പൊസിഷൻസും ഞാൻ എക്സിറ്റ് ചെയ്തു. ഒന്നാമത് സമയമില്ല, പ്രൈസ് ഇത്രയും വളരെ സ്ലോ ആയിട്ടുള്ള വോളിയാണ് മാർക്കറ്റിന് തന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ട്രേഡ് അവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാണ് ചെയ്തത്. സോ അറൌണ്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ട്രേഡ് ഐ തിങ്ക് സ്റ്റോപ്പ് ലോസ് ഇതിന്റെ മുകളിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ട്രേഡ് 2.3 സംതിങ് എന്തോ ആണ്, 3.21 RR. സെക്കൻഡ് ട്രേഡ് 5. ഓക്കെ, സെക്കൻഡ് ട്രേഡ് ഐ തിങ്ക് 8 RR. ഓക്കെ, 7.96 നിയർ 8 RRന്റെ അടുത്തുണ്ടായിരുന്നു. അറൌണ്ട് രണ്ടും കൂടി ചേർത്തപ്പോ അറൌണ്ട് 1:11.21 RR ഉണ്ടായിരുന്നു ബാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് ട്രേഡും അത്യാവശ്യം രണ്ട് ട്രേഡുള്ളതുകൊണ്ട് തന്നെ 11.21% റിസ്ക് ചെയ്തിട്ട്, പിന്നെ സെക്കൻഡ് ട്രേഡ് 1% റിസ്ക് ചെയ്തിട്ടില്ല. 0.35 ആണ് സെക്കൻഡ് ട്രേഡ് റിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ട്രേഡ് 1% ആയിരുന്നു. രണ്ടാമത്തെ പൊസിഷൻ അത്ര സേഫ് അല്ലാത്തത്, മീൻസ് എനിക്ക് അത്ര പേഴ്സണലി സേഫ് അല്ലാന്ന് തോന്നിയതുകൊണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ എൻട്രി ആയതുകൊണ്ട് തന്നെ 0.35 ആയിരുന്നു റിസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് RR. ടോട്ടൽ 11.21 RR ഞാൻ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് ട്രേഡിനകത്തും എടുത്തിട്ടുണ്ട്.
ഓക്കെ, സോ അതിന് ശേഷം പിന്നെ മാർക്കറ്റ് എനിക്ക് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ഐ തിങ്ക് യെസ്, പ്രൈസ് 80 മേലെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കയറിപ്പോയി, മുകളിലോട്ട് പ്രൈസ് കയറി പോവാണ് ചെയ്തു. ഓക്കെ, ഇവിടെ വരെ ടി പി വെയിറ്റ് ചെയ്ത് കൊള്ളായിരുന്നു. പക്ഷെ ഇവിടെ വരെ എത്തിയിട്ട്, ഓക്കെ ശ്രദ്ധിക്ക്, ഇവിടെ വരെ പ്രൈസ് എത്തിയിട്ട് ഇതിന് ശേഷം ഒരു സ്ട്രോങ് ബുള്ളിഷ് മൊമെന്റ് ആയിരുന്നു. ഓക്കെ, ദെൻ ഈ ഒരു ചെറിയൊരു പോയിന്റ് റിവാർഡിന് വേണ്ടി ഐ തിങ്ക് എന്താ പറയാ, ഇത്രയും അറൗണ്ട് എത്ര പിപ്പ് ഉണ്ട്, 2.8 പിപ്പിന് വേണ്ടി ഇവിടെ കിട്ടിയ 20 പിപ്പും ഇവിടെ കിട്ടിയ 15 പിപ്പും ഞാൻ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അതുപോലുള്ള മണ്ടത്തരങ്ങളൊന്നും ഞാൻ എന്തായാലും ചെയ്യില്ല. സോ നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റ് ഏരിയന്റെ അവിടെ എത്തിയിട്ട് പ്രൈസ് ഒരു റിജക്ഷനോ അല്ലെങ്കിൽ ഇതുപോലൊരു വെരി നെക്സ്റ്റ് ഞാൻ മൊമെന്റത്തോട് കൂടി ക്ലോസ് ചെയ്യുകയോ ഇതുപോലുള്ള വല്ല സിനാരിയോസ് സംഭവിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡ് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം. നിങ്ങൾ കംപ്ലീറ്റ് ടീമിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ തല അല്ലെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾ ഒരു സൈക്കോളജി അല്ലെങ്കിൽ ഒരു ഒരു കോമൺ സെൻസ് എങ്കിലും അപ്ലൈ ചെയ്തിട്ട് വേണം ഒരു ട്രേഡ് റണ്ണിങ്ങിന്റെ സമയത്ത് പൊസിഷൻസ് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ റണ്ണിങ് ട്രേഡ് നിങ്ങൾ മാനേജ് ചെയ്യാനും. ഓക്കെ, സോ ഇത്രയുള്ള ഈ ട്രേഡിന്റെ ബ്രേക്ക് ഡൗൺസ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എലമെന്റൽ സ്റ്റുഡൻസിന് ഡിസ്കൗണ്ടിനകത്ത് ചോദിക്കാം. സോ പബ്ലിക്സിനാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് നമ്മുടെ പബ്ലിക് ഡിസ്കൗണ്ടിനകത്തോ അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജിനകത്തോ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്. ആൻഡ് ഇത്രയുള്ള ട്രെയിനിന്റെ ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങളെല്ലാം ആൻഡ് പറ്റുന്ന പോലെ ബാക്കി ബ്രേക്ക് ഡൗൺസ് കാര്യങ്ങളെല്ലാം ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്.